ഉല്ലാസയാത്ര എന്ന ടാസ്കിൽ നിന്ന് പുറത്തായ ഉടനെ തന്നെ നെവിൻ ഓടിച്ചെന്നത് അനമോളുടെ കബോർഡിലേക്കായിരുന്നു. അവിടെ പോയി ഇന്ന് രാവിലെ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത കേർഡ് എടുക്കുകയായിരുന്നു. കൂടെ അവിടെയുണ്ടായിരുന്ന അനമോളുടെ പലഹാരത്തിന്റെ ബക്കറ്റും പിന്നെ അനമോൾ മോഷ്ടിച്ചു വെച്ച ഒരു ബോളും എടുത്തുകൊണ്ടുപോയി അനമോൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇതെല്ലാം ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ നീ വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി എടുത്തോ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ യെല്ലോ ബോൾ ഏതാണെന്ന് അറിയാമോ എന്ന്. നമ്മൾ ടാസ്കിന് ഉപയോഗിച്ച ബോളല്ലേ എന്ന് മറ്റുള്ളവർ പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് എന്തുമാകാം ഇവിടെ, നമ്മളാണ് ഇവിടെ എന്തെങ്കിലും എടുത്താൽ പ്രശ്നം. ഞാൻ കള്ളനാണെങ്കിൽ ഇവൾ പെരും കള്ളിയാണ്. ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തിട്ട് വേണം നീ എന്റെ കണ്ണിലെ കരടെടുക്കാൻ വരാൻ. ഇത് കേട്ടപ്പോൾ അനമോൾ പറഞ്ഞു, ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടാണ് എടുത്തത് എന്ന്. ആ സമയം നെവിൻ പറഞ്ഞു, മുമ്പ് പാവ എടുത്തു വെച്ചപ്പോഴും നീ ഇത് തന്നെയാണ് പറഞ്ഞത്. ലാലേട്ടൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പാവകളെല്ലാം തരാമെന്ന്. നീ എന്തിനാണ് ഓരോ ടാസ്കുകളും കഴിയുമ്പോൾ ഓരോ പ്രോപ്പർട്ടി മോഷ്ടിച്ചു വെക്കുന്നത്? അപ്പോൾ നീ ചെയ്യുന്നതും കക്കലാണ്, ഞാൻ ചെയ്യുന്നതും കക്കലാണ്. എന്നിട്ട് എന്നെ മാത്രം കള്ളനെന്ന് വിളിക്കും. നീ ആദ്യം നിന്റെ കണ്ണിലെ ആ തടിക്കഷ്ണം എടുത്ത് മാറ്റി, എന്നിട്ട് എന്റെ നെഞ്ചത്തേക്ക് വാ എന്നായിരുന്നു പറഞ്ഞത്. എന്നിട്ട് ആ കേർഡും ബോളും ബക്കറ്റും എല്ലാം എടുത്ത് നെവിൻ അകത്തോട്ട് പോയി. നെവിൻ ബെഡ് തപ്പാൻ വേണ്ടി പോയപ്പോൾ തന്നെ അനമോൾ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ എന്ത് വൃത്തികേടാ കാണിക്കുന്നത്, ഒരാളുടെ ബെഡെല്ലാം പെർമിഷൻ ഇല്ലാതെ പോയി തപ്പുകയാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നെവിൻ ടാസ്കിൽ നിന്ന് ഔട്ടായതിനു ശേഷം കിച്ചണിൽ പോയി കേടെല്ലാം എടുത്ത് ഒരു ചെയർ ഇട്ടുകൊണ്ട് ഇവരുടെ മുന്നിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം, ടാസ്കിലിരിക്കുന്നവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. എന്തായാലും നെവിൻ ഈ അവസരം നന്നായി മുതലാക്കുന്നുണ്ട്. അനുമോൾ പറഞ്ഞു, ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഈ കാര്യം പറയുമെന്ന്. അപ്പോൾ നെവിനും പറഞ്ഞു, എനിക്കും കുറെ പറയാനുണ്ട്. എന്തായാലും ലാലേട്ടന്റെ പക്കൽ നിന്ന് എനിക്ക് ഒരുപാട് ഏറ്റുവാങ്ങാനുള്ളതാണെന്ന്. ഇനി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നെവിനും അനുമോളുമായി ഒരു അടിയുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.